ഹായ്, നടൻ ബാലയെക്കുറിച്ചാണ്. ഒരുപാട് വിവാദങ്ങളിലൊക്കെ ചെന്നപ്പെട്ടിട്ടുള്ള ആളാണ്. വിവാദങ്ങളെ സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ബോച്ചയെ പോലെ. ഇപ്പോൾ പുതിയ ഒരു കേസ് ബാലയ്ക്കെതിരെ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് തോക്ക് കേസ് ഉൾപ്പെടെ, ചെകുത്താനെതിരെ തോക്ക് ചൂണ്ടിയ കേസ് ഉൾപ്പെടെ ഒരുപാട് കേസുകൾ ബാലയ്ക്കെതിരെ ഉണ്ട്. ഇപ്പോൾ പുതിയ ഒരു കേസ് ഇവിടെ വന്നിരിക്കുകയാണ്. കേസ് കൊടുത്തിരിക്കുന്ന മറ്റാരല്ല, ആദ്യ ഭാര്യയായിട്ടുള്ള അമൃത സുരേഷാണ്. അതിൻ്റെ ഒരു ന്യൂസ് അത് ഞാനിവിടെ കൊടുക്കാം. ജസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ. കേസ് കൊടുക്കാനുണ്ടായ കാരണങ്ങൾ ആ ഒരു ക്ലിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അമൃത സുരേഷിന്റെ പരാതിയിൽ നടൻ ബാലയ്ക്കെതിരെ കേസ്. കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചെന്ന പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. അമൃതയുടെ ഒപ്പ് വ്യാജമായിട്ടു, കരാറിന്റെ 5-ാം പേജ് വ്യാജമായി ഉണ്ടാക്കി, മകളുടെ പേരിലുള്ള ഇൻഷുറൻസിൽ തിരിമറി നടത്തിയെന്നും പരാതിയിലുണ്ട്. അമൃതയുടെ പ്രതികരണത്തിലേക്ക് പോകാം. ആദ്യം കഴിഞ്ഞ കേസിൻ്റെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത് വരുമല്ലോ. അപ്പോൾ ഞങ്ങളും ലോയറും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്, എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ്. അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. മാത്രമല്ല, എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോഴ്സ്ഡായിട്ടാണ് വെച്ചിരിക്കുന്നത്. മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, ആകെ മകൾക്കായി ബാല നീക്കി വെച്ചിരുന്നത് ഈ ഇൻഷുറൻസ് ആണ്. അതിലും കൃത്രിമം കാട്ടിയെന്നാണോ പരാതി? അങ്ങനെയാണ് സുജയ ഇപ്പോൾ അമൃത സുരേഷിൻ്റെ പരാതി. ഇത് പരാതി കാണിച്ചുകൊണ്ടാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. പോലീസ് പരാതിയിൽ FIR ഇട്ടിട്ടുമുണ്ട്. ഏതായാലും ഹൈക്കോടതിയിൽ കേസ് ക്വാഷ് ചെയ്യാൻ, ആ കേസ് സുജയ്ക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, മാസങ്ങൾക്ക് മുമ്പ് ബാലയ്ക്കെതിരെ അമൃത സുരേഷ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെയും മകളെയും അപമാനിക്കുകയാണ്, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു, കുട്ടിയെയും അപകീർത്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസുണ്ടായിരുന്നു. ആ കേസിലാണ് അന്ന് കടവന്ത്ര പോലീസ് ബാലയെ അറസ്റ്റ് ചെയ്തത്. ആ കേസ് ക്വാഷ് ചെയ്യാൻ ഹൈക്കോടതിയിൽ കൊടുത്ത രേഖകളിലാണ് ഇത്തരത്തിൽ കൃത്രിമം നടന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ അമൃത സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് അമൃത സുരേഷിന് അറിയിപ്പ് കിട്ടിയപ്പോൾ മാത്രമാണ് ഇതിലെ രേഖകൾ പരിശോധിച്ചത്. രേഖകൾ പരിശോധിച്ചപ്പോൾ അതിലെ 5 വിവാഹ മോചനത്തിൻ്റെ കരാറുമായി ബന്ധപ്പെട്ടുള്ള രേഖയിലാണ് ഈ കൃത്രിമം നടന്നിരിക്കുന്നത്. അതിലെ 5-ാം പേജ് ഫോർജ് ചെയ്തിരിക്കുകയാണ്. 5-ാം പേജ് മാറ്റി പകരം ഒരു പേജാണ് വെച്ചിരിക്കുന്നത്. തൻ്റെ ഒപ്പ് കൃത്രിമമായി ഇട്ടിരിക്കുന്നു. അതുമാത്രമല്ല, മകൾക്കായി നീക്കി വെച്ചിരിക്കുന്ന ഏക സമ്പാദ്യത്തിലും ഇത്തരത്തിൽ തിരിമറി നടത്തിയിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ അമൃത സുരേഷ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ന്യൂസ് അല്ലേ. ബാല എന്ന് പറയുന്ന നടൻ എപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് തന്നെ ഇതുപോലെ കേസിൽ അകപ്പെട്ടിട്ടും അതേപോലെ തന്നെ ഓരോ വിവാദങ്ങളിൽ പെടുമ്പോഴാണ് ബാല ഇങ്ങനെ എപ്പോഴും പ്രൊജക്റ്റ് നിൽക്കുന്നത്. നമുക്കറിയാം, 2ാമത്തെ വിവാഹം കഴിഞ്ഞ് അതും ഒഴിവായതിനു ശേഷം 3ാമതൊരു വിവാഹം ഇപ്പോൾ കഴിഞ്ഞ് ഇങ്ങനെ അതിൻ്റെ കുറേ വീഡിയോയും കുറേ ക്ലിപ്സൊക്കെ ബാല തന്നെ പോസ്റ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എയറിൽ പോകാൻ വേണ്ടി ബാല തന്നെ സ്വയം ശ്രമിക്കാറുണ്ട്. ഇതിപ്പോൾ അമൃത സുരേഷിൻ്റെ വക ബാലയ്ക്ക് എയറിൽ പോകാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു റോക്കറ്റ് കൂടെ അയച്ചു കൊടുത്തിരിക്കുകയാണ്. വഴിയെ നോക്കാം ഇതെന്താവും, ഇതിൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളതൊക്കെ. പല കേസുകളും ഇപ്പോൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ബാലയ്ക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബാലയ്ക്ക് ചിലപ്പോൾ അതൊരു വലിയ കുത്തരയാവാൻ സാധ്യതയില്ല. നോക്കാം നമുക്കിതിൻ്റെ വരും വരായികൾ എന്തൊക്കെയാവും എന്നുള്ളത്.